നമ്മൾ സർക്കാരിൻ്റെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാകെ പരാജയമാണ് എന്നൊന്നും പറയുന്നത് ശരിയുമല്ല. അത് പറയേണ്ടുന്ന സാഹചര്യവുമില്ല. ഞാനത് പറയാൻ ആളുമല്ല. നമ്മളത് പറയുന്നില്ല. അതായത് അങ്ങനെ ഒരു മൊത്തം കുഴപ്പമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതൊന്നും പറയേണ്ട സാഹചര്യമില്ല. അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ വാർത്തയിൽ പ്രധാനപ്പെട്ട ബൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടെയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഈ മറ്റേ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ വിഷയങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്, നമ്മുടെ മറ്റേ സിനിമയിൽ പപ്പു പറയുന്നില്ലേ, ആ ചെറിയ സ്പാനറിങ് എടുക്കുക, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന്. അതുപോലെയാണ് മുഖ്യമന്ത്രി, ഞാൻ ഇതെല്ലാം ശരിയാക്കാം, എനിക്കിതെല്ലാം അറിയാം എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് മറ്റുള്ളവരെ അദ്ദേഹം വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ അനുദിനം വർദ്ധിച്ച് വരികയാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിലൊരു MLA വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ, അത് ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ചത്, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ തിരിച്ചു വിളിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. കാരണം ഒരു ദുരിതത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ എൻ്റെ മുന്നണിയിൽ തന്നെയുള്ളൊരു MLA ആണല്ലോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്തു. വിളിക്കാൻ എത്ര സമയം വേണം? ഒരു ഫോൺ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാൻ എത്ര സമയം വേണം? ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ടാണ് വന്ന് നിങ്ങളുടെ മുമ്പിൽ, മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇരിക്കുന്നതെന്നല്ലേ ഒരു ഭരണാധികാരി പറയേണ്ടത്? എനിക്ക് പരിചയമൊന്നുമില്ല. BD സതീശനെ പോലെ ഒരുപാട് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ അത്ര കാലം ജീവിച്ചുള്ള പരിചയം നമുക്കില്ല. പക്ഷേ എന്നാലും ഞാൻ ക്യാബിനറ്റ് യോഗത്തിനകത്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്ന് പറയാവുന്ന ആൾക്ക്, ആ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ ആ ഫോണിൽ മിസ്ഡ് കാണുകയാണെങ്കിലോ, ഇത് ദുരിതം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തെ ഒരു MLA ആണല്ലോ, ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം എന്നുകൂടെ, ഒരു വിളിച്ചേക്കാം എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് തോന്നും. ഇനിയിപ്പോൾ അദ്ദേഹം വിളിച്ചോ, ചിലപ്പോൾ നാളെ ഈ ചോദ്യം വരുമല്ലോ എന്നോട്, അപ്പം നാളെ തിരിച്ച് മറുപടി കൊടുത്തേക്കാം, ഞാൻ വിളിച്ചു അത് പക്ഷേ നിങ്ങളോട് പറയാഞ്ഞിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം വിളിച്ചതായിട്ട് ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ ആ ആളെ മുഖവിലക്കെടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. KU ജനീഷ് കുമാർ എന്നെ അവലോകന യോഗത്തിനെക്കുറിച്ച്, MLA ആരെയും വിളിച്ചിട്ടില്ല. MLA പിന്നെന്താ പണി? MLA എന്താ, അത് അവലോകനം, അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടേണ്ട, അതുകൊണ്ട് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമായിട്ട്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കണ്ട, ശരി, അവർക്ക് ആ പണിയുണ്ട്, അവരത് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളല്ലേ, അവരെ വിളിച്ചാൽ എന്താ കുഴപ്പം? അവരെ വിളിക്കാതിരുന്ന ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ദുരന്തമൊക്കെയുള്ള സാഹചര്യത്തിൽ ആളുകൾ എല്ലാ രാഷ്ട്രീയ വ്യത്യാസവും മറന്നിട്ട് ഒരു ഫ്രെയിമിൽ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ മനുഷ്യർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും കൂടെ ഈ ഹെലികോപ്റ്റർ പോകുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, ഇതാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ. ആ തോന്നലുണ്ടാകാൻ ഓരോരോ പ്രാദേശിക സ്ഥലങ്ങളിലും അവിടുത്തെ MLA രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിളിക്കണം. അപ്പോൾ അവലോകന യോഗത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ല, ചിരി. ഇതാണ് BD സതീശൻ ചെയ്യുന്നത്. എല്ലാം ഞാൻ ശരിയായിക്കൊള്ളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഈ എല്ലാം ഞാൻ ശരിയായിക്കൊള്ളാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറയാണ്, ഇത്ര സുതാര്യതയൊക്കെ ഉള്ളൂ, ഞാൻ സ്വകാര്യമായിട്ട് ചില ആളുകളെ കാണേണ്ടി വരും. BD സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BD സതീശൻ സ്വകാര്യമായിട്ട് കാണുക എന്ന് വെച്ചാൽ, നമ്മുടെ പണി എന്താ? മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇന്നലെയും ചോദിച്ചു, ഇന്നും ചോദിക്കുകയാണോ എന്ന് പറഞ്ഞ് ചൂടാവാണ്. ഞങ്ങൾ ഇനിയും ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ, ജേർണലിസം എന്ന പരിപാടിയുടെ പ്രാഥമികമായ നിർവചനം തന്നെയും എവിടെയോ ഒരാൾ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വാർത്തയെ വലിച്ചു പുറത്തിടലാണ് മാധ്യമപ്രവർത്തനം. ഇത് ഞാൻ രഹസ്യമായിട്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അത്ര സുതാര്യതയുള്ളൂ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയാണ്. അത്രക്ക് പരസ്യമായിട്ട് പറയുമ്പോൾ പരസ്യമായിട്ട് നമ്മളും പറയണമല്ലോ. എന്താ അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് വെക്കണം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി രഹസ്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വെക്കുമ്പോഴാണ് നമ്മൾ മാധ്യമം എന്നൊരു ഉഷാറും കിട്ടുക. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ജേർണലിസം ഈസ് പ്രിൻറ്റിംഗ് വാട്ട് സംവൺ എൽസ് ഡസ് നോട്ട് വാണ്ട് പ്രിൻറ്റഡ്, എവറിത്തിങ് എൽസ് ഈസ് പബ്ലിക് റിലേഷൻസ്, ന്യൂസ് ഈസ് വാട്ട് സംബഡി സംവെയർ വാണ്ട്സ് ടു സപ്രസ്, ഓൾ ദി റെസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. ആരെങ്കിലും എവിടെയെങ്കിലും അമർത്തി വെക്കാൻ ശ്രമിക്കുന്ന, രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കുന്ന സാധനത്തെ വലിച്ചു പുറത്തിട്ട് പരസ്യപ്പെടുത്തലാണ് ജേർണലിസം. ബാക്കിയെല്ലാം പരസ്യമാണ്. നമ്മൾ ഈ പരസ്യ മേഖലയല്ലോ BD സതീശൻ പണിയെടുക്കുന്നത്. ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിലാണ്. നിങ്ങൾ രഹസ്യമായിട്ട് വെക്ക്, നമുക്കത് കാണാം. നാളെയും ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അദ്ദേഹം ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഹെലികോപ്റ്ററിൽ അവിടം വരെ നിക്ഷേപകരെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറയുന്നത് അവിടം വരെ പോയപ്പോൾ നിക്ഷേപകരെ കാണാൻ പോയത്. രസമാണ് ഇത്, അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമുക്കും രസമാണ്. കാരണം ഒരു ദിവസം ഒന്ന് പറയുന്നു, പിറ്റേ ദിവസം ഒന്ന് മാറ്റി പറയുന്നു. ഏതാണ് ആ ഇൻവെസ്റ്റർ? 3.25 കോടി ജനതയുള്ള കേരളത്തിലെ ഇത്രമാത്രം നിക്ഷേപ സാധ്യതകളുള്ള, നമ്മുടെ വലിയ കടൽ തീരമുള്ള, അദ്ദേഹം അതിന് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു നിക്ഷേപകൻ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അതാരാണെന്ന് കേരളത്തിന് അറിയണം. BD സതീശൻ വിചാരിക്കുന്നത് ഞാൻ മാത്രം, എൻ്റെ ചെറിയ സ്പാനർ കൊണ്ട് ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് വിചാരിക്കാൻ BD സതീശനും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുമാരേട്ടനും ഈ സനീഷിനും എല്ലാം ഒരേപോലെ അവകാശമുള്ള കാര്യമാണ് ഈ കേരളം. ഒരേപോലെ ഉത്തരവാദിത്തമുള്ളതാണ് ഈ കേരളത്തിൻ്റെ വികസനം. അത് BD സതീശന് മാത്രമല്ല. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പണി നിങ്ങൾ ചെയ്യൂ മിസ്റ്റർ BD സതീശൻ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ജനാധിപത്യം എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെയല്ല, ഇത് എൻ്റെ പരിപാടിയാണ്, ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് നോക്കണം. 12 കൊല്ലക്കാലം ഭരിച്ച
നരേന്ദ്രമോദിയെ 2 തവണ മുട്ടുകുത്തിച്ചു, കുട്ടികൾ മുട്ടുകുത്തിച്ചു. അപ്പോൾ ഞാൻ ശരിയാക്കാം, എനിക്ക് മാത്രമേ കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയൂ. അതുകൊണ്ട് ഞാൻ അവിടെ പോയി രഹസ്യമായിട്ട് തന്നെ നടപ്പാക്കും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ മുഖ്യമന്ത്രിയെ, കരുത്തരായ എൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വരൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് വിളിക്കാൻ അവകാശമുള്ള, ധൈര്യമുള്ള ആ ഇൻവെസ്റ്റർ ആരാണെന്ന് കേരളത്തിൽ അറിയണം. അത് മാധ്യമങ്ങൾ ചോദിക്കും. ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാക്കും. അല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാണെങ്കിൽ എന്നാൽ പിന്നെ അത് പറ, അതപ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടെ പോയിരിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ പറയേണ്ടി വരും. ഇദ്ദേഹം ഇപ്പോൾ ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന് അനുകൂലിയായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്, ഇദ്ദേഹം ഭയങ്കരമായിട്ട് മാധ്യമ മാനേജ്മെൻറ്റ് ചെയ്യുകയാണ്, ഭയങ്കര ഗംഭീരമാണ്, മാധ്യമപ്രവർത്തകരൊക്കെ തോറ്റുപോവുകയാണെന്ന്. സത്യത്തിൽ ഉരുളുകയാണ്. ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറയാണ്, ഇതിന് ശേഷം നമ്മൾ കാണിക്കാത്ത ബൈറ്റുണ്ടെന്ന് അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ഇവിടെ ഭയങ്കരമായിട്ട് സമരങ്ങളൊക്കെ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ തടയും. അദ്ദേഹത്തിനൊപ്പം നിന്ന ഈ പൗരസമൂഹത്തിൻ്റെ ആളുകളൊക്കെ അവിടെയുണ്ട്. ഏത് MN കാരശ്ശേരി തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ആളുകളുണ്ടല്ലോ, ഏത് കഴിഞ്ഞ സർക്കാരുകളെയും സമരങ്ങൾ നടത്തിയ ആളുകൾ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, സംസ്ഥാനത്ത് എവിടെയെങ്കിലും വികസനം എന്ന് കേട്ടാൽ ഉടനടി ചാടി വീഴുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ കൂടെയുണ്ട്. എല്ലാവരും ഉണ്ട്. മിസ്റ്റർ വി ഡി സതീശൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ മാത്രമായിട്ട് കേരളത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവന്ന് കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതവിടെ നിലക്ക് നടക്കില്ലല്ലോ. സമരം നടക്കും, നാട്ടിൽ സമരം നടക്കുന്ന നാടല്ലേ ഇത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടിരുന്നു. വി ഡി സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ മകൻ വി ഡി സതീശൻ വിചാരിക്കുകയാണ് ഇത് നല്ലതാണ് കേരളത്തിന് എന്ന് വിചാരിച്ച് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ കുറേ ആളുകൾക്ക് തോന്നുകയാണ് ഇത് നല്ലതല്ല എന്ന് തോന്നിയാൽ എതിരഭിപ്രായങ്ങളുണ്ടാവും, സമരങ്ങളുണ്ടാവും. അപ്പോൾ അതിനെതിരെ മറുപടി പറയേണ്ടി വരും. എങ്ങനെയാണ് മറുപടി പറയുക? അതിന് സർക്കാർ സുതാര്യത കൊണ്ടാണ് മറുപടി പറയേണ്ടത്. അതിനിപ്പോൾ പിണറായി വിജയൻ, വി ഡി സതീശൻ ഒന്നുമില്ല. പിണറായി വിജയൻ വിചാരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നതാണ് ഈ നാട്ടിൽ നടക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് വിചാരിക്കുന്നതല്ല, മറ്റുള്ളവർ വിചാരിക്കണമല്ല ഇത് അദ്ദേഹം കരുതുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല വികസനം വരേണ്ടതെന്ന് വിചാരിച്ചാൽ എതിരഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എതിരഭിപ്രായങ്ങൾ വരാതിരിക്കാനും സമരങ്ങൾ വരാതിരിക്കാനും ഞാൻ രഹസ്യമായിട്ടൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയാൽ നാളെ വീണ്ടും ചോദ്യം വരും. അദ്ദേഹത്തിന് പറയാതിരിക്കാനുള്ള സർവ്വ അധികാരമുണ്ട്. പറയാതിരിക്കട്ടെ. നാളത്തെ വാർത്താ സമ്മേളനത്തിന് പറയാതിരിക്കട്ടെ, മറ്റന്നാളും പറയാതിരിക്കട്ടെ, ഒരു മാസത്തോളം പറയാതിരിക്കട്ടെ, എല്ലാവരും വീണ്ടും ചോദിക്കും എവിടെ മുഖ്യമന്ത്രി നിങ്ങൾ പോയത്? നിങ്ങളെ ഇങ്ങോട്ട് വരൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കാനുള്ള ഈ അത്രമാത്രം കരുത്തനായ ആ ഇൻവെസ്റ്റർ ആരാണ്? ആ ഇൻവെസ്റ്റർ എന്താണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ തീരപ്രദേശത്ത് ഈ കടലിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാര്യം പറ. അതിൻ്റെ കാര്യം പറ. സമരങ്ങളിലൂടെ വളർന്നു വന്നൊരു നാടാണിത്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ അവരവരുടെ ബുദ്ധി വെച്ചിട്ട് ഞാനങ്ങ് നടപ്പാക്കുന്നു, ചെറിയ സ്പാനർ കൊണ്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്നവർ ഉണ്ടാക്കിയ നാടല്ല ഈ കേരളം. ഇത് സമരം കൊണ്ടുകൂടി ഉണ്ടായ നാടാണ്. അപ്പോൾ ചിലപ്പോൾ സമരം ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടാവും, ഇനിയും ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷത ഈ 2 സംഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹെലികോപ്റ്ററിനെ ആണെങ്കിലും കാലാവസ്ഥയിലാണെങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ ശരിയാക്കേണ്ടത് അത് മതി. റജി ചെറിയാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കണം, സൗകര്യമില്ല, ഞാൻ പിന്നെ വിളിക്കാൻ ഞാൻ കുറച്ച് സമയം പോലെ വിളിച്ചോളാം. ജനീഷ് കുമാർ മറ്റേ പാർട്ടിയുടെ ആളാണ്, MLA വിളിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. MLA എന്താ പറയണ്ടേ അവരുടെ കാര്യം? അവരവരോരുത്തർ അവർ പറയണ്ടേ? അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചു. ഹെലികോപ്റ്റർ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് പറയാൻ പോകുന്നില്ല എന്ന് വീട്ടിൽ പ്രസംഗിക്കുകയാണ്. അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാണാമല്ലോ. 102 സീറ്റിൻ്റെ ബലത്തിലാണ് വി ഡി സതീശനെ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും വലിയ ശക്തിമത്തായിട്ട് വന്നിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മുട്ടുകൂതി താഴേക്ക് ഇരുന്നില്ലേ കുട്ടികളുടെ സമരത്തിന്? വി ഡി സതീശൻ മനസ്സിലാക്കണം, അദ്ദേഹം ആ പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സീറ്റും ഒരു വലിയ അധികാര പദവിയില്ലാതെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കും. വി ഡി സതീശനോട് ഒന്നുകൂടെ ഞാനിത് പറയുന്നതിനൊരു രാഷ്ട്രം അവസാനിപ്പിക്കട്ടെ. അതായത് ഞങ്ങൾ നാളെയും ചോദിക്കും ശ്രീ വി ഡി സതീശൻ, ഞങ്ങൾ നാളെയും ചോദിക്കും എവിടെ നിങ്ങൾ എന്തിനാണ് ഹെലികോപ്റ്റർ പോയത്? ആരാണ് ഇൻവെസ്റ്റർ? നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് പോയതാണോ അല്ലെങ്കിൽ നിങ്ങൾ പോയ വഴിക്ക് കണ്ടതാണോ? പറയും വരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സംശയിക്കുക വേണ്ട. ഇത് പറയണ്ടേ നമ്മൾ?